ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറച്ച് ദിവസമായല്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ബിസി ആയിപ്പോയേ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ എൻ്റെ രാവിലത്തെ ഒരു മോർണിംഗ് വീഡിയോ എടുക്കാമെന്നേ. വീഡിയോ എടുക്കാമെന്നൊക്കെ ഇന്നലെ രാത്രിയെ തീരുമാനിച്ചിട്ടാട്ടോ കിടന്നത്. പക്ഷെ രാവിലെ പണിയൊക്കെ തുടങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറന്നുപോയി. അങ്ങനെ ഓർമ്മ വന്നപ്പോൾ വേഗം പോയി ക്യാമറയൊക്കെ എടുത്ത് വന്ന് സെറ്റാക്കി വെച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇടിയപ്പവും ബാജിക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടില്ലേ. ഓരോ നാട്ടിലും ഓരോരോ പേരാന്ന് തോന്നുന്നില്ലേ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ബാജിക്കറി എന്നാട്ടോ പറയുക. ചിലവർ സ്റ്റ്യൂ അങ്ങനെയൊക്കെ ഉരുളക്കിഴങ്ങ് കുറുമ സ്റ്റൂ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടേ. അപ്പം ഞാനങ്ങനെ ഇതാ 2 ഉരുളക്കിഴങ്ങ് ക്യൂബ്സാക്കി അരിഞ്ഞതും ഉള്ളിയും പച്ചമുളകും കുറച്ച് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ടേ. ഒരു 2-3 വിസിലടിക്കുന്നവരെ വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. രാവിലെ എണീറ്റപാട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ, കുടിക്കണ്ടേ. അതൊന്ന് തണിയാൻ വേണ്ടി തിളച്ച് വന്നപ്പോൾ ഞാൻ മേശപ്പുറത്ത് കൊണ്ട് വെക്കുന്നുണ്ടേ, മോന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒന്ന് തണിഞ്ഞ് കിട്ടാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഇടിയപ്പത്തിൻ്റെ പൊടി നനയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഞാനത് തിളപ്പിക്കാൻ വേണ്ടി സൈഡിൽ വെച്ചിട്ടുണ്ടേ. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടിയൊന്നുമല്ലേ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു കേരള സ്റ്റോർ ഉണ്ടെന്ന്, അവിടുന്ന് കഴിഞ്ഞ ദിവസം പോയപ്പോൾ വാങ്ങിയ ഇടിയപ്പത്തിൻ്റെ പൊടിയാട്ടോ. അങ്ങനെ ഞാനിതാ ഇടിയപ്പത്തിൻ്റെ പൊടിയിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ആ തിളപ്പിക്കാൻ വെച്ച ആ വെള്ളം ഒഴിച്ച് നനച്ചെടുക്കുന്നുണ്ടേ. എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് പിടിച്ച പണിയാണ് കേട്ടോ ഈ ഇടിയപ്പം ചൂടുവെള്ളത്തിൽ. ആദ്യം ഞാനൊരു തവി വെച്ചിട്ട് ഇളക്കി എടുത്തിട്ട് പിന്നെയാണ് കേട്ടോ കൈവച്ച് കുഴച്ചെടുക്കുന്നത്. നല്ല ചൂടല്ലേ. അങ്ങനെ ഇതാ ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു ഗ്ലൗസ് വാങ്ങി വെക്കണം കേട്ടോ ഈ ഇടിയപ്പത്തിൻ്റെ പൊടി നനയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ കൈ വെച്ച് ഡയറക്റ്റായിട്ട് തൊടുമ്പോൾ അല്ലേ ചൂടുണ്ടാവുള്ളൂ. ഒരു ഗ്ലൗസ് ഇട്ടിട്ടാകുമ്പോൾ കുറച്ചുകൂടെ പണി എളുപ്പമുണ്ടാവുമല്ലോ. അങ്ങനെ ഞാനിതാ തിളച്ച വെള്ളം പൊടിയിലേക്ക് ഒഴിച്ച് കുഴച്ച് ഒരു തവി വെച്ച് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ടേ. അത് കഴിഞ്ഞിട്ട് ഞാനത് അതിലേക്ക് കുറച്ച് പച്ചവെള്ളം പൈപ്പിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് കൈ മുക്കാൻ വേണ്ടിയിട്ടോ, മാവി തൊടുമ്പോൾ ചൂടാകുമ്പോൾ ഒന്ന് കൈ മുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചവെള്ളം എടുത്ത് സൈഡിൽ വെച്ചിട്ടുണ്ടേ. അങ്ങനെ ഞാനിതാ ആ വെള്ളത്തിൽ മുക്കി കുഴച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും വലിയ പണി ഈ ഒരു പണി വിചാരിച്ചിട്ടാട്ടോ എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ മടി. അങ്ങനെ ഒരുവിധം കുഴച്ച് സെറ്റാക്കി എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങ ചിരണ്ടുന്നുണ്ട്. കുറച്ച് തേങ്ങ ഇടിയപ്പത്തിനും വേണം, കുറച്ച് തേങ്ങാപ്പാലിന് എടുക്കാനും വേണം കേട്ടോ കറിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞാനിതാ കറിക്ക് വേണ്ടി തേങ്ങാപ്പാലിനുള്ള തേങ്ങ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് എന്താ പറയുക അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാലെടുക്കാൻ വേണ്ടി കുറച്ചുകൂടി എളുപ്പമുണ്ടാവേ. കുക്കർ അപ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ടേ. ഞാനത് തുറന്ന് ഒന്ന് ഉടച്ചു കൊടുത്തു കേട്ടോ കിഴങ്ങൊക്കെ. അങ്ങനെ ഇതാ തേങ്ങയുടെ 1/4 പാൽ ആദ്യം ഞാൻ നല്ലോണം പിഴിഞ്ഞെടുക്കുന്നുണ്ടേ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് 2/2 പാലും കൂടെ പിഴിഞ്ഞെടുക്കുന്നുണ്ടേ. അങ്ങനെ ഞാനതാ ഒരു ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ ആ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ മിക്സ് അതിലിട്ട് കടുക് പൊട്ടിച്ച കടുകിലേക്ക് ഇട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ കറി സെറ്റാവേ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടേണ്ടതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ എൻ്റെ മോൾ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റ് വരും കേട്ടോ അവൾ രാവിലെ തന്നെ. പിന്നെ ഞാൻ അവളെ വോക്കറിലാട്ടോ ഇരുത്തുന്നത്. വോക്കറിലാകുമ്പം എൻ്റെ പുറകെ ഞാൻ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എൻ്റെ പുറകെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നിന്നോളേ. കുറച്ച് സമയമൊക്കെ കഴിയുമ്പം കരയുമെങ്കിലും പണി കഴിയുന്നവരെ അതിൻ്റെ അകത്ത് തന്നെ ഞാൻ ഇരുത്തു കേട്ടോ. അങ്ങനെ ഞാൻ ഇടിയപ്പം ചുടാൻ വേണ്ടി ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടേ. എന്നിട്ട് ഞാനിതാ സേവാനാഴിയിലേക്ക് മാവ് ഒഴിച്ച് ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങ ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചുറ്റിയെടുക്കാൻ എളുപ്പത്തിൽ കിട്ടുന്നുണ്ടേ. പിന്നെ പച്ചവെള്ളത്തിൽ ഞാൻ ഇടയ്ക്ക് കുഴയ്ക്കാറുണ്ട് പണി എളുപ്പമാവാൻ. പക്ഷേ പച്ചവെള്ളത്തിൽ കുഴയ്ക്കുമ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ചുറ്റിയെടുക്കാൻ കിട്ടൂലേ. ചൂടുവെള്ളത്തിൽ കുഴച്ചാൽ തന്നെയാണ് ടേസ്റ്റും ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുമ്പോൾ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു ട്രിപ്പേ ഇപ്പോൾ ആദ്യം വെക്കുന്നുള്ളേ. കാരണം എൻ്റെ ഇഡ്ഡലി ചെമ്പ് കുറച്ച് ചെറുതായതുകൊണ്ട് 2 ട്രിപ്പായിട്ട് എനിക്ക് വെക്കാൻ പറ്റില്ലേ. അങ്ങനെ ഇതാ ഒരു ട്രിപ്പ് ആയി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അടുത്ത ട്രിപ്പ് വെക്കുവാണേ. നമ്മുടെ ഇടിയപ്പം എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ആദ്യം ആയ ഇടിയപ്പത്തിൽ നിന്ന് ഒരു 2 ഇടിയപ്പം മോന് ടിഫിനിൽ പാക്ക് ചെയ്യാണ് കേട്ടോ. അവന് ഉച്ചവരെ ക്ലാസ് ഉള്ളേ. അപ്പം സ്നാക്സ് മാത്രമേ കൊടുത്തു വിടണ്ടു. പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സും കൊടുത്തു വിടണം കേട്ടോ ഒരു മിഡ് ബ്രേക്കിന്. അപ്പം ഞാനിതാ ഇടിയപ്പവും കുറച്ച് കറിയും കൂടി ഒഴിച്ചിട്ട് അവൻ്റെ സ്നാക്സ് പാക്ക് ചെയ്യാണ് കേട്ടോ. പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ വെക്കണം കേട്ടോ അവരുടെ സ്നാക്സിൽ എപ്പോഴും. അങ്ങനെ ഒരു ടിഷ്യൂവും കൂടെ വെച്ച് അവൻ്റെ ടിഫിൻ പാക്ക് ചെയ്യാണ് കേട്ടോ.
അതിൻ്റെ ഇടയ്ക്ക് ഇതാ എൻ്റെ മോള് കണ്ടോ, ഞാനിങ്ങനെ ബിസ്ക്കറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു ബക്കറ്റാട്ടോ, അത് വന്ന് എപ്പോഴും ഉന്തിയിട്ട് അതിൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ നിരത്തിയിടല കേട്ടോ അവളുടെ പ്രധാന പണി. വെക്കാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് അവൾ നിരത്തിയിടുന്നതിന് ഞാൻ പെറുക്കി പെറുക്കി വെക്കും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഏട്ടൻ ഡ്രസ്സെല്ലാം മാറി വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ചായ വെക്കാൻ വേണ്ടിയിട്ട് പാലൊക്കെ എടുത്ത് അതിലൊഴിച്ച് എൻ്റെ തന്നപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, ഞാൻ ചായ വെക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചായ വെക്കാൻ കേട്ടോ. എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ രാവിലെ സമയം ഉണ്ടെങ്കിൽ. പിന്നെ മോനെ എണീപ്പിച്ച് കുളിപ്പിച്ച് ഡ്രസ്സ് ഇടിച്ച് അവൻ്റെ ഡ്രസ്സ് തേക്കുന്നതൊക്കെ ഏട്ടൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതാ മോന് ഫ്രൂട്ട്സിലേക്ക് ഇതാ കുറച്ച് ഗ്രേപ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നേ, അതൊക്കെ വെച്ചു. ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ടാളും ഡ്രസ്സൊക്കെ മാറി വന്ന് ചായ കുടിക്കാൻ കേട്ടോ. ഇടിയപ്പവും കറി ഇഷ്ടപ്പെട്ടു കേട്ടോ മോൻ പറയുന്നത്. എൻ്റെ മോള് കണ്ടോ വോക്കറിലിരുന്നിട്ട് ഈ വഴക്കുണ്ടാക്കുന്നത് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രാവിലെ ഇരുന്ന് മടുത്തു. അങ്ങനെ ഇതാ അവർ റെഡിയായി ഇറങ്ങിയേ. ഈ കാണുന്നത് ഞങ്ങളുടെ ഓപ്പോസിറ്റിലെ ക്വാർട്ടറിലെ കുട്ടിയാണ് കേട്ടോ, നിൻറ്റുൻ്റെ ഏട്ടനാട്ടോ ഈ കുട്ടികളെയും കൂടെ കൊണ്ടുപോകാറ്. അവനൊരു അനിയനും കൂടി ഉണ്ട്, പക്ഷേ പനിയായിട്ട് അവനിന്ന് ലീവാണ് കേട്ടോ. അങ്ങനെ ഇതാ അവർ റെഡിയായി ഇറങ്ങി ടാറ്റയെല്ലാം പറഞ്ഞു പോകുന്നുണ്ടേ. രാവിലത്തെ ഒരു വലിയൊരു തിരക്ക് കഴിഞ്ഞെന്ന് തന്നെ പറയാം ഇവർ പോയി കഴിയുമ്പോഴത്തേക്കുവേ. അങ്ങനെ അവർ പോയി കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ തിരക്ക് പിടിച്ചൊരു മോർണിംഗ് വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.